ഹായ് ഫ്രണ്ട്സ്, ഞാൻ SanjuVimal. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഈ താരരാജാക്കന്മാരെ എങ്ങനെ കുപ്പിയിലാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ട ബോട്ടിൽ ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ആദ്യം വൈറ്റ് അക്രലിക് പെയിൻറ്റ് വെള്ളം ചേർക്കാതെ സ്പോഞ്ച് ഉപയോഗിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കണം. സ്പോഞ്ച് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗ്രെയിൻസ് പോലൊരു പ്രത്യേക ടെക്സ്ചർ കിട്ടും. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ 2-3 ലെയർ കോട്ട് ചെയ്തിട്ട് ഡ്രൈ ആകാനായിട്ട് വെക്കണം. നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമകളായ 20-ാം നൂറ്റാണ്ടിലെയും രാജമാണിക്യത്തിലെയും ഫോട്ടോസാണ് ഞാനിവിടെ വരയ്ക്കാനായി എടുത്തിരിക്കുന്നത്. ഈ ഫോട്ടോസ് സ്റ്റെൻസിൽ രൂപത്തിലാക്കി എടുത്തിട്ട് വേണം നമുക്ക് വരയ്ക്കാൻ. ഞാനിവിടെ 2 രീതിയിലാണ് സ്റ്റെൻസിലാക്കി എടുക്കുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഗൂഗിളിൽ റാപ്പിഡ് റീസൈസർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ലോഗിൻ പേജിൻ്റെ ലിങ്ക് കാണാം. അതിന് താഴെ ഫ്രീ പിക്ചർ സ്റ്റെൻസിൽ മേക്കർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇതിൽ യൂസ് ആൻ ഇമേജ് ഫ്രം യുവർ ഡിവൈസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യണം. സെലക്ട് ചെയ്ത പിക്ചർ ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എഡ്ജസ്, തിൻ, ത്രെഷോൾഡ്, അഡാപ്റ്റീവ് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ ത്രെഷോൾഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇത് ഡാർക്ക് വൈറ്റിലെ സ്ലൈഡറും ഈ ഷാർപ്പ് സോഫ്റ്റിലെ സ്ലൈഡറും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പിക്ചർ ആക്കിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഡൗൺലോഡ് ഓർ പ്രിൻ്റ് ഓൺ 1 പേജ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇപ്പോൾ പ്രിൻ്റർ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പ്രിൻ്റ് ഓൺ 1 പേജ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ സേവ് ടു യുവർ കമ്പ്യൂട്ടർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇമേജ് മെനുവിൽ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ത്രെഷോൾഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ത്രെഷോൾഡിൻ്റെ ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ആവും. അതിൽ ത്രെഷോൾഡ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പിക്ചർ ആകുമ്പോൾ ഈ ത്രെഷോൾഡ് വിൻഡോയിലെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ബോട്ടിലൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഈ ബോട്ടിൽ വരയ്ക്കാനുള്ള സ്പേസിൻ്റെ അത്രയും വലിപ്പമുള്ള കട്ടി കുറഞ്ഞ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ഇതേ സൈസിൽ 2 പേപ്പർ എടുക്കണം. ഇനി സ്റ്റെൻസിലാക്കി വെച്ചിരിക്കുന്ന ഫോട്ടോസ് ഓരോന്നായിട്ട് ഇങ്ങനെ പെൻസിൽ ഉപയോഗിച്ച് ട്രേസ് ചെയ്തെടുക്കണം. ഈ ബ്ലാക്ക് കളർ വരുന്ന പോർഷൻസൊക്കെ പെൻസിൽ കൊണ്ടൊന്ന് ഷെയ്ഡും കൂടെ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഞാൻ 2 ഫോട്ടോസും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിലേക്ക് ട്രേസ് ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ ബാക്കിൽ പെൻസിൽ ഉപയോഗിച്ച് ഇങ്ങനെ നല്ലപോലെ ഷെയ്ഡ് ചെയ്തെടുക്കണം. കാർബൺ പേപ്പർ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കുപ്പിയിലേക്ക് ട്രേസ് ചെയ്യാം. ഇല്ലെങ്കിൽ മാത്രം ഇങ്ങനെ ഡാർക്കായിട്ട് ഷെയ്ഡ് കൊടുത്താൽ മതി. ഇങ്ങനെ 2 ഫോട്ടോസിൻ്റെയും ബാക്കിൽ ഞാൻ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആരെ ആദ്യം ബോട്ടിലേക്ക് വരയ്ക്കുമെന്നല്ലേ, നമുക്ക് മമ്മൂക്കയും ലാലേട്ടനെ ഒരുമിച്ച് വരച്ചാലോ? ഈ 2 പേരുടെയും പടം ഒരേ രീതിയിൽ തന്നെയാണ് ട്രേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ 2 ഒരുമിച്ച് കാണിക്കുന്നത്. ഈ ഫോട്ടോസ് സെലക്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിനോ അല്ലെങ്കിൽ ലൈറ്റ് സിംഗിൾ കളറോ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഫേസ് സ്റ്റെൻസിലാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇത് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പേപ്പറിൻ്റെ പൊസിഷൻ മാറാൻ പാടില്ല. ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറാതെ തന്നെ വേണം നമുക്കിത് ഫുള്ള് വരച്ചെടുക്കാനായിട്ട്. ഈ ബ്ലാക്ക് വരുന്ന പോർഷൻസിൻ്റെ ഔട്ടർ ലൈന് നീറ്റായിട്ട് വരച്ചെടുക്കണം. ഇപ്പോൾ 2 ഫോട്ടോസും ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്ലാക്ക് CD മാർക്കർ ഉപയോഗിച്ച് ഈ ലൈൻസ് ഒന്ന് ക്ലിയർ ആക്കിയെടുക്കാം. അക്രലിക് കളേഴ്സ് ബ്ലാക്കും വൈറ്റും ഉപയോഗിച്ചാണ് ഞാനിവിടെ കളർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 00യും 000യും പോയിൻ്റുള്ള റൗണ്ട് ബ്രഷ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോർഷൻസൊക്കെ വരച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തെടുത്ത ഒറിജിനൽ സ്റ്റെൻസിൽ പിക്ചർ കൂടി നോക്കി വേണം കളർ ചെയ്യാൻ. അപ്പോൾ ഈ സ്റ്റെൻസിൽ നോക്കിയിട്ട് നമ്മൾ ഈ കളർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രേസ് ചെയ്തപ്പോൾ ഉള്ള ആ ചെറിയ ചെറിയ മിസ്റ്റേക്സ് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ വരയ്ക്കാനായിട്ട് ഞാൻ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ഒരുപാട് ഫോട്ടോസ് നോക്കിയേ. രണ്ടുപേരുടെയും എല്ലാ ഫോട്ടോസും ഒന്നിനൊന്നിനും മെച്ചം. ഒരുപാട് ഫോട്ടോസ് ഇഷ്ടപ്പെട്ട്, പക്ഷെ അത് സ്റ്റെൻസിലാക്കിയപ്പോൾ ഈ ഫേസിന് ഒട്ടും ഭംഗി തോന്നുന്നില്ല. അങ്ങനെ മാറ്റി മാറ്റി എന്തായാലും ഈ 2 ഫോട്ടോസ് ഞാനങ്ങ് സെലക്ട് ചെയ്തു. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുടെ ഫോട്ടോസ് ഇതേപോലെ ബോട്ടിൽ ആർട്ട് ചെയ്ത് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം വേറൊന്നുമില്ല, അല്ലേ? ഈ ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്ത ശേഷം ഈ വൈറ്റ് അക്രലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഈ മൈന്യൂട്ടായിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ഫോട്ടോസ് കൂടാതെ ഈ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സിമ്പിൾസ് കൂടി ഇനി നമുക്ക് വരയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് അഡീഷണൽ ആർട്ട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിലിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇതിൻ്റെ മുകൾ ഭാഗം ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് കറുത്ത ചരടാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഗ്ലൂ തേച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ താരരാജാക്കന്മാരെ വളരെ അടിപൊളിയായിട്ട് കുപ്പിയിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ആരുടെ ഫോട്ടോസ് വേണമെങ്കിലും നമുക്ക് ബോട്ടിലേക്ക് ട്രേസ് ചെയ്യാവുന്നതാണ്. വളരെ ഈസി അല്ലേ? ഈ ബോട്ടിൽ ആർട്ടൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ് ഈ ബോട്ടിൽ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഫോട്ടോസ് വരച്ചിട്ട് ഇതുപോലെ ഗിഫ്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും വ്യത്യസ്തമാർന്ന വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.